ഫ്രണ്ട്സ്, പാളിപ്പോയ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കഥ. സെപ്റ്റംബർ 11 എന്റെ കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് സർപ്രൈസ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റെ ആയതുകൊണ്ട് തന്നെ അതിന് പ്ലാൻ ചെയ്തെല്ലാം ഞാൻ നാച്ചുറൽ ആക്ടിങ്ങിന് വേണ്ടി ഉറങ്ങിക്കിടന്നിരുന്ന നമ്മളെ വിളിച്ചിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കുട്ടാ, നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചതായിരുന്നു എന്റെ പ്ലാന്റെ ഫ്ലോപ്പ് നമ്പർ 1. ബേക്കറിയിൽ പോയി കേക്കിന് ഓർഡർ കൊടുത്തതും എന്തായതുമെന്ന ചോദ്യത്തിന് ഹാപ്പി ബർത്ത്ഡേ കുട്ട, വികാരഭരിതമായി KUTTH കുട്ട എസ്റ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലവ് വരയ്ക്കാൻ പറഞ്ഞതും അപ്പോൾ പുള്ളി നോക്കി അമ്മച്ചമായി നോട്ടോ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഹോസ്റ്റലിൽ തിരിച്ചു വന്ന് അവൾ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതി ഹോസ്റ്റലിൽ എല്ലാവരോടും സ്പ്ലിറ്റിന്റെ വരെ സംസാരിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൾ ഉണർന്ന് കിടന്ന സത്യം ഞാൻ മനസ്സിലാക്കിയതും. ഇതാണ് ഫ്ലോപ്പ് നമ്പർ 2. ഇനി ഫ്ലോപ്പ് നമ്പർ 3യെ പറ്റി സംസാരിക്കും. നാച്ചുറൽ ആക്ടിങ്ങിന് വേണ്ടി കുട്ടാന്റെ ബർത്ത്ഡേ അല്ലേ നാളെ, നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ, നമുക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞു. 57 വലിയ സ്പ്ലിറ്റ്, എല്ലാം എനിക്കറിയാം എന്നവൾ തിരിച്ചു പറഞ്ഞ മറുപടിയും ഒരു മിന്നായം പോലെ ഞാൻ ഓർക്കും. കേക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇതാണ് കേക്ക്. ഇനി ഞാൻ കേക്കിനെ പറ്റി പറയട്ടെ. കറുപ്പുള്ള ഹാപ്പി ബർത്ത്ഡേ കുട്ട, ഒരു മറ്റേ കറുപ്പുള്ളതിലാവൂലേ അതായിരിക്കും. ഞാൻ പിന്നെ എസ്തെറ്റിക്സ് ആണ് പുള്ളി ഒരു രാമനാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, കുട്ടാന്ന് പറയരുതാണ് പിന്നെ എന്റെ ഐഡിയ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. പക്ഷെ ഒറ്റടവന് വരെ 3 ലവൊന്നും ഞാൻ പ്രതീക്ഷിച്ച പോലും വിചാരിച്ച പോലെ സംഭവം കിട്ടിയില്ല. നല്ല അടിപൊളി കേക്കായിരുന്നു, എല്ലാം നക്കി തുടച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ ബൈ.